പുതിയ ബൈക്കിനെ ഒന്ന് മോഡിഫൈ ചെയ്താലോ? അയ്യോ പോലീസ് പിടിക്കോ? നോക്കാം വാ. കുഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കായിരുന്നു കേട്ടോ, എറണാകുളത്തേക്ക് വിടാൻ വേണ്ടി. പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. പോകുന്ന വഴിയാണെങ്കിൽ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡന്റ് നേരിട്ട് കണ്ടു കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ചെറിയ പരിക്കൊക്കെ അവർക്ക് പറ്റുള്ളൂ. കുഞ്ഞപ്പനാണെങ്കിൽ നല്ലോണം ഉറങ്ങിപ്പോയി. അവിടെ എത്തിയപ്പോഴാണ് എണീറ്റത്. ഇത്രയും നേരം ഇരുന്നിരുന്ന് എന്റെ നടുവിന്റെ ഞെട്ടുമ്പോൾട്ടൊക്കെ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു നല്ല ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു കേട്ടോ ആ കടയിൽ. അവിടെ ഈ ബൈക്കിന്റെ ആക്സസറീസും അതുപോലെ ഹെൽമറ്റും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ ഈ ഹെൽമറ്റ് ഒന്ന് ഊരി വെക്കടി എന്ന് പറയുന്ന ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കാനൊക്കെ നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ ഹെൽമറ്റ് ഊരിയത് ഈ ഒരു കോലത്തിരിക്കും, അതാണ് ഞാൻ ഊരാത്തത്. അങ്ങനെ അവിടെ ഇരുന്ന ബ്രാൻഡഡ് ഹെൽമറ്റിൻ്റെ ഒക്കെ വിലയൊക്കെ എടുത്ത് ഞാൻ നോക്കുവാണെങ്കിൽ പിന്നെ ഒരു ദിവസം വന്ന് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത് അവിടെ തന്നെ വെച്ചു. അപ്പോൾ അവിടെ ഒരു മോളെ കുഞ്ഞപ്പന് കൂട്ടുകാരിയായിട്ട് കളിക്കാൻ കിട്ടി കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ടി വിയിൽ ബാർബിയുടെ പാട്ടിട്ടിട്ട് നല്ല ഡാൻസാണ്. കുഞ്ഞപ്പനെ കുറേ വിളിച്ച് അവൾ വന്ന് ഡാൻസ് കളിക്കാൻ, അവൻ ചെല്ലുന്നേ ഉണ്ടായില്ല. പിന്നെ ഞാൻ കുറേ നിർബന്ധിച്ചപ്പോൾ അമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ എന്തൊക്കെയോ കളിക്കണുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ആ ക്രിസ്മസ് ട്രീയിൽ ഒരു ബോൾ അവിടുത്തെ അപ്പം കുഞ്ഞപ്പന് കളിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ മോഡിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ ബൈക്കിൽ ഒരു ക്രാഷ് ഗാർഡ് വെച്ച് കേട്ടോ. വണ്ടി താഴെ വീഴും എന്തെങ്കിലും പറ്റിയാലോ വണ്ടിക്കൊന്നും പറ്റാതിരിക്കാൻ. പിന്നെ ഒരു മഡ് ഫ്ലാപ്പും ചെളി തെറിക്കാതിരിക്കാൻ വേണ്ടി അതും വെച്ചു.